ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പബ്ലൂസ് വീട്ടിലേക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബോംബെ സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള തവ പുലാവാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാള ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 3 തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുനാരങ്ങ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്, പുതിനയിലയുടെ ആവശ്യമില്ല, 2 ക്യാപ്സിക്കം, ചെറിയ ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തുള്ളത്, പിന്നെ പട്ടാണി. ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. പിന്നെ ഞാൻ അരി കുതിരാൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട്, 4 ഗ്ലാസ് അരിയാണ്. പിന്നെ ബട്ടറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പാവ് ഭാജി മസാലയാണ്. അപ്പം ഞാൻ പൊടി ഐറ്റങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, കുറച്ച് ജീരകം. ഇത് പൊടി ഐറ്റങ്ങളാണ് കേട്ടോ. പിന്നെ പാവാജി മസാലയും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 വലിയ ടേബിൾ സ്പൂണ് പാവാജി മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് റൈസ് ഉണ്ടാക്കേണ്ടതാണ്. നമ്മൾ സാധാരണ ഗീ റൈസ് ഉണ്ടാക്കണ പോലെ തന്നെ വെള്ളം അടുപ്പത്ത് വയ്ക്കുക, ഉപ്പിടുക, അതിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പട്ട, ഗ്രാമ്പു, 1 ഏലക്ക, പിന്നെ 3 നമ്മുടെ ഗ്രാമ്പുമാണ് ചേർത്തിട്ടുള്ളത്, അതിന് തക്കോലം, അങ്ങനെ ഉള്ളത്, പിന്നെ ബൈ ലീഫ്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ റൈസ് പകുതി വേവായിട്ട് റെഡി ആയിട്ടുണ്ട്. അത് ഊറ്റാൻ പോവുകയാണ്. ഒരു പാൻ എടുത്ത് ബട്ടർ 2 സ്പൂണ് ബട്ടർ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഉരുകി വരുമ്പോഴത്തേനും ഞാൻ കുറച്ച് ഓയിൽ, നമുക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ. എൻ്റെ അടുത്ത് ഒലിവ് ഓയിൽ ഉള്ളതുകൊണ്ട് ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് രണ്ടും കൂടിയിട്ട് ഒന്ന് ചെറുങ്ങനെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചെറുങ്ങനെ നമുക്ക് ചേർക്കാം. ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി, അത് ഞാൻ പറയാൻ മറന്നു കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും വേണം. ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചതച്ചത് ഇട്ട് നന്നായി പച്ചമണം മാറി മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ആ എണ്ണയിൽ കിടന്നിട്ട് തന്നെ വെന്ത് കിട്ടണം. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി എടുത്തതിന് ശേഷം നമ്മുടെ മസാലപ്പൊടികളില്ലേ, ഈ മസാലപ്പൊടികൾ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. കാരണം മസാലയുടെ പച്ചമണം മാറണം. അപ്പോഴത്തേനും നന്നായി തീ കുറച്ച് വെക്കണം കേട്ടോ. തീ കുറച്ച് വെച്ച് മസാല നന്നായി മൂത്ത് നല്ല മണം വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കണം. നമുക്ക് തക്കാളി 3 തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളിയാണ് ഇതിൻ്റെ മെയിൻ താരം. തൈര് ഇതൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ തക്കാളിയാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി 3 ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്ന് പേസ്റ്റ് രൂപത്തിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് വേവിച്ചെടുക്കാം. തീ നന്നായിട്ട് കുറച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എണ്ണ ബട്ടറൊക്കെ ഇങ്ങനെ ആയിട്ടുള്ള തെളിഞ്ഞ് കാണും. ആ എണ്ണ തെളിഞ്ഞ് കാണുമ്പോൾ നമ്മളിതിലേക്ക് മല്ലിച്ചപ്പാണ് ചേർക്കുന്നത്, പുതിന ചേർക്കില്ല. ഒരു പിടി മല്ലിച്ചപ്പ് ഇട്ടിട്ട് കൊടുക്കുക. എത്ര വേണമെങ്കിലും മല്ലിച്ചപ്പ് ഇഷ്ടമുള്ളവർ ചേർത്തോളൂ കേട്ടോ, ഒരു പ്രശ്നമില്ല. അങ്ങനെ മല്ലിച്ചപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ ഒരു പരിപാടിയും കൂടി ഉണ്ട്. നിമ്പു, അത് ലെമൺ 1/2 ലെമൺ ഇതിലേക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കുക. തൈര് ചേർക്കാത്തതുകൊണ്ട് ലെമണും തക്കാളിയുടെ പുളി മാത്രമാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ആ ലെമണും പിഴിഞ്ഞിട്ടതിന് ശേഷം ആണ് നമ്മൾ റൈസൊക്കെ ഇടുന്നത് കേട്ടോ. അതിട്ടിട്ട് മസാലയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ആ പുളി എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. റൈസ് ഞാൻ അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. 3/4 വേവായിട്ടുള്ള റൈസാണ്, ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. റൈസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ ചൂടിൽ തന്നെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട്, പിന്നെ തീ അപ്പം തന്നെ ഓഫാക്കാം കേട്ടോ. 15 മിനിറ്റിൽ ആ ചൂടിൽ തന്നെ നമ്മളുടെ ഈ തവ പുലാവ് ഇവിടെ റെഡിയായി കിട്ടും. അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തവ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അത് ചെയ്യണം. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടേസ്റ്റിയായ തവ പുലാവ് റെഡി.